ദേ മോളെ, കാര്യങ്ങൾ വെറുതെ കുഴപ്പിക്കരുത്. നിഹാരിക ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയച്ചാ. ആവനിയുമായിട്ട് വികാസിന്റെ കല്യാണം തന്നെ നടത്താം. 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ഇപ്പൊ പറയുന്നത്. നിഹാരിക ഞങ്ങളെ നന്നായി പറഞ്ഞു മനസ്സിലാക്കി തന്നു അച്ഛാ. എന്താ പറഞ്ഞത് മോളെ? വികാസിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞു മുത്തശ്ശ. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? അത് സത്യമെന്ന് പറഞ്ഞ വികാസ് ആവനിയെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതാണച്ചാ സത്യം. നിങ്ങളുടെ ആലോചന ഞങ്ങൾക്ക് ശരിയാണെന്ന് തോന്നി. വികാസിന്റെയും കാവ്യയുടെയും കല്യാണം നടത്താം. നോ, നെയ്, ഒന്നു. നമുക്ക് തൽക്കാലം ആ ടോപ്പിക്ക് വിടാമേ. നേരത്തെ വന്ന് നിങ്ങളെല്ലാവരും ഇര തേടുന്ന പുലിയെ പോലെ ഞങ്ങളുടെ നേർക്ക് ഗർജിച്ചു വന്നല്ലോ. എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ അതൊന്നും മനസ്സിൽ വെക്കരുതമ്മേ. എത്രയൊക്കെ പറഞ്ഞാലും ആവനി എനിക്ക് എന്റെ മകളെ പോലെയല്ലേ. ആവനിക്ക് വന്നൊരാലോചന നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ല. ആവനിയെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കാൻ പറ്റിയ അതിന്റെ പുണ്യം നമുക്കും കിട്ടില്ലേ? അമ്മമ്മേ, എനിക്ക് ജീവിതത്തിൽ ഇനി കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വികാസിനെ എനിക്ക് വേണ്ട, വേണ്ടേ വേണ്ട. അവനായിട്ട് തന്നെ നടത്താം. എന്നെ കുറിച്ച് ആലോചിക്കേ വേണ്ട. നിങ്ങളത് വന്ന് പറഞ്ഞപ്പോ തൊട്ട് ഞങ്ങള് വല്ലാതെ വിഷമത്തിലായിപ്പോയി. നല്ലൊരു തീരുമാനം എടുത്തു വന്നപ്പോ നിങ്ങളത് മാറ്റം ചെയ്തു. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വന്നേട്ടാ. എന്റെ ദൈവേ, ഒരു വിധത്തില് രക്ഷപ്പെട്ടു. എന്നോട് പറയാതെ മേലാൽ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കരുത്. അവനി, ഞാൻ എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടിയാ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടികളോട് സംസാരിച്ച് എനിക്ക് പരിചയമില്ല. പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയില്ല. ബട്ട് പുറത്തെ സൊസൈറ്റി അങ്ങനെയല്ല. ഒരേ സമയം 4-5 പെൺകുട്ടികളുമായി കമ്പനി കൂടുന്ന ആണുങ്ങളുണ്ട്. ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമാ. താൻ പക്ഷെ തിരക്ക് കാണിക്കണ്ട. ആലോചിച്ചിട്ടൊരു അഭിപ്രായം പറഞ്ഞു. നോ എന്ന് മാത്രം പറഞ്ഞേക്കരുത്. എൻ്റെ കുഞ്ഞു ഹൃദയത്തിന് വിഷമാവും. നമ്മുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞാൽ ദുബായിലേക്ക് പോവാം. എൻ്റെ സാമ്രാജ്യത്തില് നിന്നെ ഞാൻ മഹാറാണിയാക്കാം. ഓക്കെ, എന്നാ ഞാൻ പോകാൻ നോക്കട്ടെ. താൻ അകത്തോട്ട് ചെല്ല്. എല്ലാവരും തന്നെ കാത്തിരിക്കുന്നുണ്ടാവും.
നല്ലവനായി അഭിനയിക്കുന്നതും സൽസ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. നിന്റെ മുമ്പിൽ രാമന്റെ അവതാരമായി ഇങ്ങനെ അഭിനയിക്കാൻ ഞാൻ നക്ഷത്രം എണ്ണുന്നുണ്ട്. എന്നെക്കുറിച്ചിപ്പോൾ നല്ലൊരു അഭിപ്രായം ഉണ്ടായി കാണും. നീ ഓക്കെ പറയണം. എന്നോട് നോ പറയുകയാണെങ്കിൽ മൃത്യോ മൃത്യസ്യ മൃത്യോഭ്യഃ. അവനി താൻ എൻ്റെ അടുത്തുനിന്ന് കുറച്ചു നേരം മാറി നിന്നപ്പോഴേക്കും എനിക്ക് എത്ര വിഷമായെന്നറിയോ? താൻ കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടോ. തനിക്കിപ്പോഴല്ലേ ആശ്വാസമായത്? താൻ എത്ര വേദനിച്ച് കാണുമെന്ന് എനിക്ക് മനസ്സിലാവുകടോ. തന്നെ ഞാൻ വിഷമിപ്പിക്കുന്ന ഓരോ സന്ദർഭത്തിലും തന്നെക്കളേറെ ഞാൻ വേദനിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കടോ. ഞാൻ മറ്റൊരാളുടെ ഭാവി ഭാര്യയാണെന്ന് വീട്ടിലെല്ലാവരും പറയുമ്പോ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നരക തുല്യമാണ്. നിങ്ങൾ കെട്ടിയ താലി കഴുത്തിലുള്ള ഈ ഞാൻ മറ്റൊരാണിന്റെ കൂടെ കുറച്ചു നേരം യാത്ര ചെയ്തപ്പോ മരണമാണ് ഇതിനേക്കാൾ ഭേദമെന്ന് തോന്നി എനിക്ക്. എനിക്ക് വികാസിന്റെ കൂടെ പോകുമ്പോ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയത് എന്തിനാണെന്നോ, നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നമ്മളെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയതാ. ആ കാര്യം പറയാനൊരു അവസരം ലഭിച്ച ഉടനെ തന്നെ അളിയൻ അങ്ങോട്ടേക്ക് വന്നു. പറയാൻ പറ്റിയില്ല എനിക്ക്. വികാസിനോട് ഇതൊക്കെ പറഞ്ഞാ അത് കോംപ്ലിക്കേറ്റഡ് ആയി പോയില്ലേ അവനി? അവൻ സപ്പോർട്ട് ചെയ്യുന്ന എന്തോ ഉറപ്പാ ഉള്ളേ? വികാസ് എനിക്ക് നിഹാരിക്കെ പോലെ കണ്ണിങ്ങാണെന്ന് തോന്നിയില്ല ഏട്ടാ. അയാള് വളരെ നല്ല മനുഷ്യനാ. എല്ലാം തുറന്ന് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ബ്രോഡ് മൈൻഡഡ് പേഴ്സണാലിറ്റി അയാൾക്ക്. ഇന്ന് ചിലപ്പോൾ അത് നടന്നില്ലായിരിക്കും, പക്ഷെ നാളെ മറ്റൊരവസരം ഞാൻ ക്രിയേറ്റ് ചെയ്തോളാം. നിഹാരിക പോലും അറിയാതെ വികാസിനെ ഞാൻ പോയി കാണും. നമ്മുടെ കല്യാണക്കാരും പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? അവൻ ചിലപ്പോൾ നല്ലവനായിരിക്കും, ബട്ട് താൻ പറയുന്നത് നല്ല മനസ്സോടെ തന്നെ അവൻ എടുക്കുമോ എന്ന എന്റെ സംശയം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് ബെറ്റർ അല്ലേ ഏട്ടാ? ദൈവം നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വികാസിന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത പിന്നെ നമ്മളെ വേർപെടുത്താൻ നിഹാരികയ്ക്ക് പോലും സാധിക്കില്ല. നിങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടെന്ന് നിഹാരിക എന്നോട് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങളെ ഞാൻ തമ്മിൽ അകറ്റും, എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. നമുക്ക് നല്ലത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏട്ടാ. നിങ്ങൾ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. ഭാര്യ എന്ന മരുമകളെന്ന ഒരു അംഗീകാരത്തിന് വേണ്ടി താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. വികാസിന്റെ കൂടെ പുറത്തേക്ക് പോയി തിരിച്ച് വീട്ടിലെത്തിയ നേരം തൊട്ട് എന്റെ മുമ്പിൽ പെടാതെ ഒളിച്ചു നടക്കുവാണല്ലേ. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയിപ്പിക്കാം. അമ്മേ, എന്താ മോളെ? നമ്മളൊക്കെ ഒരു കാര്യം മറന്നുപോയി. അതെന്താ? അവനെയും വികാസിനെയും പ്രൈവറ്റ് ആയിട്ട് പുറത്തേക്ക് പറഞ്ഞയച്ചു.
അവന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടും വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് കുടിക്കാവനി. ഈ വെള്ളം പെട്ടെന്ന് കുടിക്കേ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നിഹാരികയ്ക്ക് എത്ര തവണ ഇങ്ങനെ ആയിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഇങ്ങനെ സ്നേഹത്തോടെ വെള്ളം കൊടുത്തിട്ടുണ്ടോ ശ്രീകർ? നിങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കുന്ന എന്തിനാ എടുത്തി? ലാവണ്യ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ എന്റെ ഭർത്താവ് എന്നെ പൊന്നു പോലെ നോക്കും ചേച്ചി. അത്രയും കാലം അതിഥിയെ ഏട്ടൻ സൽക്കരിച്ചോട്ടെ, എനിക്കതില് വിഷമമൊന്നുമില്ല. എന്നാലും ഞാൻ വികാസിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ നെറുകയില് കേറിയത് എന്താണാവോ? ഞങ്ങൾ 1000 തവണ ചോദിച്ചാലും അവള് പറയില്ല. നിങ്ങൾ ചോദിക്കാം അമ്മേ. അത് പിന്നീട് ചോദിക്കാം മോളെ. അതെന്താ അത്ര വലിയ രഹസ്യമാണോ? ഒന്ന് ചോദിക്കാം അമ്മേ. മോളെ അവനി, ഞാൻ ചോദിക്കാന്ന് വെച്ചത് മറന്നുപോയി. വികാസ് നീയും ചിത്രശലഭങ്ങളെ പോലെ പുറത്തേക്ക് പോയിരുന്നില്ലേ? നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചോ? അമ്മേ, അവൾക്കെന്തോ പ്രയാസമുണ്ട്. ഇപ്പൊ ടോപ്പിക്ക് വേണ്ട അമ്മേ. ഭാവി വധൂവരന്മാർക്കിടയില് എന്ത് ഫീലിങ്സാ ഉള്ളത്, തമ്മിലുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ അറിഞ്ഞു വെക്കേണ്ടതല്ലേ ശ്രീകരേട്ടാ? ഇവിടെ പുറത്തുള്ള ആരുമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളോട് പറയാൻ മടിക്കേണ്ട കാര്യമുണ്ടോ? ആവനിക്ക് ഇതൊക്കെ കേട്ടിട്ട് പ്രയാസമല്ല, നാണമാണല്ലോ വരുന്നേ. പറ മോളെ. എന്റെ വിക്കി എന്തായാലും ആവനിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ പറയാ അവനി. വികാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ്. പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ അറിയാം. പുറത്ത് കാണുന്നത്ര നല്ലവനൊന്നും അല്ല, പരമ ദുഷ്ടനാ അവൻ. അവനത്ര സകല ഗുണഗണങ്ങളും ഉള്ള രാമനൊന്നും അല്ല, സർവ ദുർഗുണങ്ങളും ഉള്ള രാക്ഷസനാ. അയാളുടെ സംസാരവും സംസ്കാരവും എല്ലാം നല്ലതാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും വളരെ മാന്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് തെറ്റ് പറയാനാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് പോലുമില്ല. അദ്ദേഹത്തെ ഏതൊരു പെൺകുട്ടിയും ഇഷ്ടപ്പെടും. മൊത്തത്തില് വികാസിന്റെ ട്രാപ്പിൽ ഇവള് വീണു. ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, നിനക്കിഷ്ടമായോ ഇല്ലയോ എന്ന് പറ. അവന്റെ ക്യാരക്ടർ എങ്ങനെയാന്ന് ചോദിച്ചു, അവള് പറഞ്ഞു. ഇഷ്ടം കഷ്ടം എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തൊക്കെയാ ചോദിക്കുന്നേ? ആവനിയോട് ചോദിക്കുമ്പോ അതില് നീ എന്തിനാ ശ്രീകർ തലയിടുന്നത്? വികാസിനെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ? ഇഷ്ടമായോ ആയില്ലേ? അത് പറ ആവനി. അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തില് നല്ല അഭിപ്രായമല്ലേ അവള് പറഞ്ഞത്? അഭിപ്രായം വേറെ, അംഗീകരിക്കുന്നത് വേറെ അച്ഛാ. അതും സത്യമാണ് മോളെ അവനി. വികാസിനെ കല്യാണം കഴിക്കാൻ നിനക്ക് യാതൊരു എതിർപ്പും ഇല്ലല്ലേ മോളെ? ഒരൊറ്റ ദിവസം കാത്തു നിൽക്ക്. എന്റെ അഭിപ്രായം ഞാൻ യാതൊരു മറയും കൂടാതെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ ഈ കാത്തിരിപ്പ് എന്തിനാ? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഷെടാ, നാളെ വരെ അവള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്യേ. എന്തിനാ ഒരാൾ ഇങ്ങനെ വെറുപ്പിക്കുന്നേ? ശരി മോളെ, മോള് പറഞ്ഞതുപോലെ തന്നെ നാളെ വരെ കാത്തു നിൽക്കാം. ഇനി എല്ലാവരും സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കും. കഴിക്കുക.
ഇഷ്ടമായില്ല എന്ന് പറയാതെ താൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ഇത്ര സൈലന്റായി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവില്ലായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചെന്നെ വേദനിപ്പിച്ചേനെ. അതുകൊണ്ടാ നാളെ വികാസിനെ പോയി കണ്ട് നമ്മുടെ കല്യാണത്തെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് വികാസിനെ കൊണ്ട് തന്നെ ഞാനുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് ഞാൻ പറയിപ്പിച്ചോളാം. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല പ്ലാനാണ്. അവനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി കിട്ടും. വികാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ്. പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ അറിയാം. അയാളുടെ സംസാരവും സംസ്കാരവും എല്ലാം നല്ലതാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും വളരെ മാന്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് തെറ്റ് പറയാനാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. വികാസിനെ കുറിച്ച് ആവനെ വളരെ പോസിറ്റീവായിട്ടാ പറഞ്ഞ്. അതായത് അവനൊരു ഗംഭീര പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ശ്രീകർ കെട്ടിയ താലി കഴുത്തിലുള്ള ആവനി അവളുടെ കഴുത്തിൽ മറ്റൊരു താലി വരാൻ പോകുവാണെന്ന് അറിഞ്ഞിട്ടും എന്താ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നെ? എന്നേക്കാൾ 10 ചുവട് മുന്നോട്ട് വച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യുമായിരിക്കോ? ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതാ. നീ കൊള്ളാലോ നിഹാരിക. കൃത്യമായ സമയം നോക്കി ആവനിയെ കൂട്ടിക്കയറ്റി കറക്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റി. താങ്ക്സ്. എത്ര വലിയ മത്തനാണെങ്കിലും കത്തിയെ കണ്ടാൽ വണങ്ങും പറയുന്ന പോലെ ആ ആവനി ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിന്റെ മുമ്പിൽ അവള് വണങ്ങി നിൽക്കേണ്ടി വരും. എന്നെ ഒരു കെണിയിൽപ്പെടുത്തിയെന്ന് കരുതി നീ എവിടെ സെലിബ്രേഷൻസ് നടത്തുകയായിരിക്കും. പക്ഷെ നിനക്ക് ഞാൻ അതിനുള്ള അവസരം തരില്ല നിഹാരിക. നിന്റെ എല്ലാ പ്ലാനുകളും വർക്കൗട്ട് ആവുന്നുണ്ട്. നീ ഉദ്ദേശിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ട്. ആവനിക്ക് വികാസിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും കല്യാണം എത്രയും വേഗം നടക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്തുകൊണ്ടാണെന്നോ, വികാസിന്റെ കയ്യിൽ നിന്ന് ആ ആവനെ ടോർച്ചർ അനുഭവിക്കുന്നത് എനിക്ക് നേരിട്ട് കണ്ട് സന്തോഷിക്കണം. ആവനിയോട് എന്നേക്കാൾ കൂടുതൽ പക നിനക്കാണെന്ന് തോന്നുന്നു. ഉണ്ടാവാതിരിക്കൂ. ആ ആവനെ എങ്ങാനും ഈ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് കടന്നു വന്ന് എന്റെ ജീവിതത്തിൽ ഒരു ഗോസ്റ്റ് ആയിട്ട് മാറിയില്ലായിരുന്നെങ്കിൽ ശ്രീകരേട്ടനെ ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചേന്. ശ്രീകറിനെ എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണെങ്കിൽ നിനക്കെങ്ങനെ സ്വന്തമാകും കാവ്യ? അതൊക്കെ എവിടെ നിൽക്കട്ടെ. എനിക്കൊരു ചെറിയ സംശയം. പൃഥ്വിരാജേട്ടന്റെ ബാധ നിങ്ങൾക്ക് കേറിയോ ചേച്ചി? ശരി, നിങ്ങളുടെ സംശയം ചോദിച്ചു. വികാസിനെ കുറിച്ച് അവളുടെ അഭിപ്രായം ചോദിച്ചപ്പോ അവളുടെ അഭിപ്രായം നാളെ അവള് പറയാമെന്ന് പറഞ്ഞു. അപ്പോ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന അർത്ഥം. ഇനി എന്ത് ചെയ്യാനാ ചേച്ചി? ഒന്നും ഉണ്ടാവില്ല. സെന്റിമെന്റലായിട്ട് ആലോചിച്ച് നാളെ പറയാമെന്ന് പറഞ്ഞു. നാളെ ഒരു നല്ല ദിവസമല്ലേ? നാളെ നല്ല ദിവസമാണോ അതോ നിഹാരികയ്ക്ക് പണി കിട്ടുന്ന ദിവസമാണോ എന്ന് നാളെ നമുക്കറിയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? നാളെ പറയാമെന്ന കോൺസെപ്റ്റ് വളരെയധികം ഡേഞ്ചറാണ് നിഹാരിക. എന്തോ ഒന്ന് പ്ലാൻ ചെയ്യാൻ സമയം കണ്ടെത്തിയതാ. നാളെ വെളുത്ത എന്തെങ്കിലും ഒന്ന് ചെയ്ത് തിരിച്ചടിക്കാനുള്ള സമയം കിട്ടും. ഡീപ്പായിട്ട് ആലോചിക്കുമ്പോ ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ടെന്നാ തോന്നുന്നേ. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചു നിന്നോ. വികാസിനോട് ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറയേ, കേട്ടില്ലേ? ശരി ചേച്ചി, നിങ്ങൾ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നാ മതി. നമുക്ക് ആവനെ വെച്ച് കളിക്കാം. ശരി, എന്നാ ഞങ്ങൾ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നടക്കേ ചേച്ചി. അവനി, നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും വികാസുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് പുറത്തു വരാതെ നോക്കണം. അമ്മ എന്റെ പൂർണ്ണദേവി, ഇന്ന് എനിക്ക് വികാസിനോടത് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചില്ല.
നാളെ എങ്ങനെയെങ്കിലും നീ എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തരണേ അമ്മേ. എന്റെ ജീവിതം ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടും.